ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അതേപോലെ ഞാനിത് ഷോപ്പിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കല്യാണ വർക്ക് ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വേലയുടെ മണ്ടപറമ്പ് വേലൻ്റെ പരിപാടിയുണ്ട്. നമ്മുടെ കല്യാണ വർക്ക് ഏകദേശം ഇതാ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ഇതാ കട്ട് ചെയ്ത് വെച്ചാണ്, ഇത് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതാ വേറെ ഉണ്ട് കേട്ടോ, എന്താ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിക്കാട്ടോ. ടോപ്പുകളാണ് ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഏഴോ എട്ടാക്കുള്ള ടോപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സ്കേർട്ടിലേക്ക് പോകുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ചെയ്യണത്. പോരെ. പിന്നെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ വേറെ ബ്ലൗസുകളുണ്ട് തയ്ക്കാൻ. അപ്പോൾ അതും തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്സ് ചെയ്തിട്ടാണ് തയ്ക്കണത്. എനിക്കൊരു ലൈസ് വാങ്ങിയിരുന്നു. അപ്പോൾ അത് കുറഞ്ഞു പോയി. അപ്പോൾ കുറച്ചും കൂടി വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ ബട്ടൺ ഹൗസിലേക്ക് പോയത്. അപ്പോൾ ഞാൻ ആദ്യം പോയ ബട്ടൺ ഹൗസിലില്ല, പിന്നെ ഞാൻ വേറെ ബട്ടൺ ഹൗസിൽ പോയി. അപ്പോൾ ഇവിടെയും ചോദിച്ചു, പക്ഷേ സെയിം പാറ്റേൺ കിട്ടിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് അവർ തിരൂർ ബാസിത്തു നിന്നാണ് അവർ മെറ്റീരിയൽസ് എടുത്ത് അവിടെ നിന്ന് തന്നെ തോന്നുന്നു ലൈസ് കൊടുത്തത് തോന്നുന്നു. പക്ഷേ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വേറെ കടയാണ്, ഇത് മൂന്നാമത്തെ കട കേട്ടോ. അവിടെ നിന്നും കിട്ടിയില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് ഞാൻ അപ്സരയിൽ പോയി, നമ്മളെ കുറ്റിപ്പുറത്തിനുള്ള അപ്സരയിൽ പോയി. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഭാഗ്യത്തിന് സെയിം സാധനം തന്നെ എനിക്ക് കിട്ടിയിട്ട് അവിടുന്ന്. ഈ കളറിലുണ്ടോ? ആ, ഇത് എത്ര മീറ്റർ? ഒരു അര അപ്സരയിൽ നിന്ന് ഞാൻ ലൈസ് വാങ്ങി വന്നു. അവിടെ ഇത്തിരി വില കൂടുതലാണ് കേട്ടോ. മീറ്ററിന് 95 രൂപയാണ് പറഞ്ഞത്. എന്നാലും വേണ്ടില്ല, എനിക്ക് സാധനം കിട്ടണ്ടേ, അത് വിചാരിച്ച് വാങ്ങിപ്പോന്നു. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ ഫോണൊന്ന് ശരിയാക്കണ്ടേ, എൻ്റെ ഗൂഗിൾ പേ ഒക്കെ ഒന്ന് ശരിയാക്കാണ്ടായിരുന്നു. അതൊക്കെ ശരിയാക്കി പിന്നെ ഞാൻ അവിടുന്ന് പോന്നു. പിന്നെ സീനത്തിൽ കയറി, സിൽസിലേ കയറി കേട്ടോ. എനിക്ക് ഇവിടുന്ന് എൻ്റെ മോൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കൊരു പച്ച ടീഷർട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോണത് കേട്ടോ. ടീഷർട്ട് 6 വയസ്സ് ഒരു പച്ച കിളിപ്പച്ച പോലത്തെ ഉണ്ടാവോ ടീഷർട്ട്? 6 വയസ്സായിട്ടില്ല. ഈ പച്ച പോലത്തെ, ഈ പച്ച പോലത്തെ അപ്പം നമ്മൾ വിചാരിക്കുന്നത് നല്ല കിളിപ്പച്ചല്ലേ, തത്തട പച്ചയാണ് വേണ്ട കേട്ടോ. അതും ഫുൾ കൈ വേണം. പക്ഷേ ഒരുവിധം കടയിലൊന്നും അത് കിട്ടില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളാഞ്ചേരി കാണിച്ചിരുന്നു, പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ പുത്തനത്താണി പോയിരുന്നു, അവിടെ നിന്നും കിട്ടിയില്ല കേട്ടോ. അതിനിപ്പോൾ അവിടെയും കിട്ടിയില്ല. ഇനിയിപ്പോൾ സിൽസിലയിൽ കിട്ടിയില്ല, ഇനി സൂറത്തിൽ പോയോക്കട്ടെ അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് സംശയമാണ്, ഞാൻ വിചാരിച്ച കളർ കിട്ടണ്ടേ. അങ്ങനെ ഞാൻ അവിടുന്ന് ഷോപ്പിലെത്തി. പിന്നെ എനിക്കിന്ന് അർജൻറ്റായിട്ട് ഒരു പാൻറ്റ് തയ്ക്കാണ്ടായിരുന്നു, ജെൻസിൻ്റെ പാൻറ്റാണ്. കണ്ട അത് ആ കുട്ടിക്ക് എന്തോ പ്രോഗ്രാമിനാണോ എനിക്കറിയില്ല, സ്കൂൾക്കുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഓണത്തിൻ്റെ ബ്ലൗസ്, ഓരോ ബ്ലൗസുകൾ തയ്ച്ചുകൊണ്ടിരിക്കേണ്ട, അതാണ് സാരി. പിന്നെ അടുത്ത ബ്ലൗസും കഴിഞ്ഞ് ഗ്രീന് ബ്ലൗസും അതിലേക്കുള്ള ഓറഞ്ച് സാരിയാണ്. അപ്പോൾ നമ്മളുടെ ഡ്രസ് കോഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഡ്രസ് കോഡ് ഇതാട്ടോ. 3 ബ്ലൗസുകളാണ്. പിന്നെ 1 2 3 ഡ്രസ് കോഡ് ഇത് കംപ്ലീറ്റായി. ഇത് സ്ലീവ് ഇങ്ങനത്തെ പഫ് സ്ലീവാണ് കേട്ടോ. കണ്ടാ പഫ് സ്ലീവാണ് വരുന്നത്, സോറി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കൂടെയുള്ള തന്നെയാണ് ഇത് കേട്ടോ. ഇത് പഫ് തന്നെയാണ് വരുന്നത്, അതുപോലത്തെ സ്ലീവ് തന്നെയാണ് കേട്ടോ. കുറച്ച് വീതിയിലുള്ള പട്ട വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതും കംപ്ലീറ്റായി. പിന്നെ ഇതും വേലൻ്റെ തന്നെ കേട്ടോ. പിന്നെ അതിന് മുന്നേ ഞാൻ കാണിച്ച 2 ബ്ലൗസ് അതും വേലക്കുള്ള തന്നെയാണ്. പിന്നെ വരുമ്പോൾ വർക്കുകൾ എല്ലാവരും കൂടി ഒന്നിച്ചാണ് വരിക. കല്യാണ വർക്കും വേലൻ്റെ വർക്കും പിന്നെ സ്കൂളത്തെ പരിപാടിയും എല്ലാം കൂടി ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ഇതും ഒരു കുഞ്ഞ് വാവയ്ക്കുള്ളതാണ് കേട്ടോ. കണ്ട ഒരു ടോപ്പ്, നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പാണ്. പിന്നെ മെഷർമെൻറ്റ് ഒക്കെ അവർ അയച്ചു തരുന്ന തന്നെയാണ്. പിന്നെ ഡിസൈനും അവർ പറഞ്ഞു തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഞാൻ ആ സെയിം തുണിയിൽ തന്നെ വേറൊരു കുട്ടിക്ക് ബ്ലൗസ് അടിച്ചാണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല വിശപ്പ്. അപ്പോൾ ഞാൻ ചായയും പെന്നും വാങ്ങി കഴിച്ചു. നല്ല അടിപൊളി പെന്നാണ് കേട്ടോ, ഇഷ്ടമായി.
അപ്പോൾ ഇതാ കൊടുക്കാനുള്ള 2 ബ്ലൗസും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇത് അയൺ ചെയ്തിട്ടില്ല. നല്ല രസമല്ലേ, സാറ്റിൻ സിൽക്കിലാണ്, ഒരു ഓറഞ്ചും പിന്നെ ഒരു ഗ്രീനും. അപ്പോൾ അതിലത്തെ സാരിയാണിത്, ഗ്രീനിൻ്റെ സാരിയാണ് കേട്ടോ അത്. ഇത് ടിഷ്യൂ മെറ്റീരിയൽ ആണ് ഈ സാരി എന്നുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ സാരി എന്ന് പറഞ്ഞിട്ടുള്ളെങ്കിൽ നല്ല അടിപൊളിയല്ലേ. ഇതാണ് ഇതിൻ്റെ സാരി. ഞാൻ നിവൃത്തി കാണിക്കണില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ വേറൊരു ബ്ലൗസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ കുട്ടി പഫ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പഫ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ല, ആ തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഇത് വേറെയാണ്. ഇത് മൂന്നും ഒരേ ഫാമിലിക്കുള്ളതാണ് കേട്ടോ. 3 ബ്ലൗസാണ് തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട നല്ലൊരു പീക്കോക്ക് പച്ചല്ല, പീക്കോക്കിൻ്റെ ഒരു കളറായിട്ടുള്ളതാണ്. പഫ് സെയിം പോലെ തന്നെയാണ്, രണ്ടും പഫ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, സ്ലീവ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സാധാരണ ബ്ലൗസ് തന്നെയാണ്, കട്ടിങ്ങിൽ വ്യത്യാസമൊന്നുമില്ല, സാധാ ബ്ലൗസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ അതും കഴിഞ്ഞ്, അങ്ങനെ 3 ബ്ലൗസ് അതും കഴിഞ്ഞ്. അപ്പോൾ എനിക്ക് ഇതൊക്കെ വേലക്കുള്ളതാണ് കേട്ടോ, ഒക്കെ കൊടുത്ത് തീർക്കണം. അതിൻ്റെ ഇടയിൽ ഇതാ അസ്മിക്കുട്ടിക്ക് പരിപാടിക്ക് 7 ആൾക്കുള്ള ജുബ്ബ ഉണ്ടോ തയ്ച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ വീഡിയോസ് എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല, തയ്ച്ച് വെച്ചതാണ്. അങ്ങനെ അതാ അസ്മിക്കുട്ടൻ്റെ എല്ലാതും കഴിഞ്ഞ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതെനിക്ക് നാളെ കൊടുക്കാനുള്ള ബ്ലൗസാണ് കേട്ടോ. ഇതും കൂടി അടിച്ച് കഴിഞ്ഞാലാണ് എനിക്ക് ഇനി ഷോപ്പിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നാളത്തെ കല്യാണത്തിൻ്റെ ഗൗണ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയം എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ കേട്ടോ എത്ര ആയിട്ടുണ്ട് എന്നുള്ളത്. ഞാനിപ്പോഴും കടയിൽ നിന്ന് പോയിട്ടില്ല. അതെ കാണുന്നുണ്ടോ, 2 മണി ആയിക്കണം കേട്ടോ. 2 മണി കഴിഞ്ഞ് 2:10 അങ്ങനെ എന്തോ ആയിക്കുന്ന സമയം. എനിക്ക് ഇതും കൂടി കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് വേണം വീഡിയോസ് എടുത്താലേ എനിക്ക് ഇനി പോകാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ടില്ല മക്കളെ, കൂരി ഇറിട്ടല്ലേ. 2 മണി കഴിഞ്ഞ് കേട്ടോ. എനിക്ക് ഇനി വീഡിയോസ് എടുക്കാനുണ്ട്. പിന്നെ അതാ ഞാൻ ആ ഡ്രസ്സ് ചെയ്തില്ലേ, അതിൻ്റെ വീഡിയോസും എടുക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് വേണതേ. അർഷദ് അവിടെ കിടന്നുറങ്ങാണ് കേട്ടോ. ആള് എന്നെ നോക്കാൻ വന്നാണ്, പക്ഷെ ആൾ ഇറങ്ങിപ്പോയി. പിന്നെ എന്താ പറയുക, അസ്മിക്കുട്ടീനെ പിന്നെ കടയ്ക്ക് അല്ലെ വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ ഇനിയിപ്പോൾ എന്താ നാളെ കല്യാണത്തിന് പോകാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടുന്ന് ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോകാൻ കേട്ടോ. എന്നാലും കസ്റ്റമർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, ആൾക്കാർ റോട്ടുമ്മ കൂടെ പോകണൊക്കെ ഉണ്ട്. ഇതേ ഇപ്പോൾ സമയം 2:10 അങ്ങനെ എന്തോ ആയി. അപ്പോൾ അത്രക്കുള്ളൂ.